ഈ ലെഡ്ജറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റാണ് ബാലൻസിങ്. ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐറ്റംസ് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞല്ലോ, എഴുതിയിട്ട് രണ്ട് സൈഡ് നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ കൂടുതലുള്ള ടോട്ടലായിരിക്കും നമ്മൾ ഈ താഴെ എഴുതി ഡബിൾ ലൈൻ ചെയ്യുന്നത്. ഏത് സൈഡിലാണോ വലിയ ടോട്ടൽ വരുന്നത് ആ ടോട്ടലായിരിക്കും നമ്മൾ രണ്ട് സൈഡിലും എഴുതിയിട്ട് ഡബിൾ ലൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വലിയ ടോട്ടൽ നമ്മൾ എഴുതി ഡബിൾ ലൈൻ ചെയ്യണം. എന്നിട്ട് എവിടെയാണോ കുറവ് വരുന്നത് അവിടെ എന്ത് ചെയ്യണം, ആ എമൗണ്ടും നമുക്ക് കിട്ടിയ ആ ടോട്ടൽ വലിയ ടോട്ടലും കൂടി സബ്ട്രാക്ട് ചെയ്യണം, അതായത് ഡിഫറൻസ് എടുക്കണം. അപ്പം ഡെബിറ്റ് സൈഡും കൂട്ടി വെക്കും, നമ്മൾ ക്രെഡിറ്റ് സൈഡും കൂട്ടി വെക്കും. അപ്പോൾ കൂടുതലുള്ള സൈഡ് ഏതാണോ അത് നമ്മൾ താഴെ എഴുതി ഡബിൾ ലൈൻ ചെയ്യും. ഇപ്പോൾ ഇവിടെ 79,000 ആണ്, ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ ബാലൻസ് എഴുതി രണ്ട് സൈഡിൽ നമ്മൾ ഡബിൾ ലൈൻ ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ക്രെഡിറ്റ് സൈഡ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ 10,000, 3,000, 1,000, 1,500, 13, 14, 15,500 ഉള്ളൂ. അപ്പം നമ്മൾ 79,000 മൈനസ് 15,500 നമ്മൾ ചെയ്യും. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് ആണ് 63,500. ആ ബാലൻസിനെ നമ്മൾ എന്ത് എഴുതും, ബൈ ബാലൻസ് ക്യാരിഡ് ഡൗൺ. അതായത് ലാസ്റ്റ് നമ്മൾ എൻഡിൽ എഴുതുന്നുള്ളതുകൊണ്ടാണ് ഈ ക്യാരിഡ് ഡൗൺ, C/D ക്യാരിഡ് ഡൗൺ എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ബൈ ബാലൻസ് ക്യാരിഡ് ഡൗൺ. പിന്നെ ഡേറ്റ് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ആ മന്ത് എൻഡ് ഡേറ്റ് വേണം ആ ബാലൻസ് ക്യാരിഡ് ഡൗൺ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ December 30 ബൈ ബാലൻസ് ക്യാരിഡ് ഡൗൺ 63,500. അപ്പോൾ അത് നമ്മൾ എഴുതി. അതും കൂടെ എഴുതുമ്പോൾ രണ്ട് സൈഡിലെയും ടോട്ടൽ ഈക്വൽ ആയിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാലൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് 63,500 ആണ്. നമ്മൾ ക്യാരിഡ് ഡൗൺ ആണ് ചെയ്യുന്നത്, അതായത് എല്ലാം കഴിഞ്ഞ് അവസാനത്തെ ഐറ്റം ആയതുകൊണ്ടാണ് ക്യാരിഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്നത്. ഇനി നെക്സ്റ്റ് അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ എല്ലാ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇപ്പോൾ ഈ മന്തിൽ നിന്ന് നെക്സ്റ്റ് മന്തിലോട്ട് കൊണ്ടുപോകണമല്ലോ. അതിന് നമ്മൾ എന്തോ ചെയ്യുമെന്ന് അറിയാമോ, ഈ ക്യാരി ഡൗൺ ചെയ്ത ഫിഗർ ഉണ്ടല്ലോ, ബാലൻസിങ് ഫിഗർ, അതിനെ നമ്മൾ നെക്സ്റ്റ് മന്ത് ഓപ്പണിംഗ് ഡേറ്റ് ഇട്ടിട്ട് നെക്സ്റ്റ് മന്ത്, അപ്പോൾ 2018 ആണ് വരുന്നത്, അടുത്ത വർഷമായില്ലേ. അപ്പോൾ 2018 January 1 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ, ബാലൻസിനെ നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യും നെക്സ്റ്റ് ഇയറിൽ ഫസ്റ്റ് January 1 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. ഇവിടെ ഈ ബ്രോഡ് ഡൗൺ എഴുതുന്നതെന്ന് വെച്ചാൽ ഇത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുന്നുണ്ടാണ്. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും ഒരു മാസത്തിൻ്റെ എൻഡിൽ നിന്ന് അടുത്ത മാസത്തിൻ്റെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരുമ്പോൾ ക്യാരി ഡൗൺ അല്ല ബ്രോഡ് ഡൗൺ വേണം എഴുതാൻ. ഓക്കെ, ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റിൽ എഴുതുന്നത് ക്യാരി ഡൗണും ഓപ്പണിംഗ് ഡേറ്റിൽ എഴുതുന്ന ബ്രോഡ് ഡൗണും ആണ്. അപ്പോൾ ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ ബാലൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കണം അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ ബ്രോഡ് ഡൗൺ ചെയ്തതായിട്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ ആ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യാൻ. കുറച്ച് സ്പേസ് കൂടെ ഇട്ടിട്ട് നമുക്ക് ആ ക്യാഷ് അക്കൗണ്ട് ഫുള്ളായിട്ട് ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ഇനി അടുത്തത് ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ. ക്യാപിറ്റൽ അക്കൗണ്ടിനും നമ്മളെന്താ ഒരു സൈഡിലേ ഉള്ളൂ അല്ലേ, ബൈ ക്യാഷ് 75,000 ആ ഒരു എൻട്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സെയിം എമൗണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിൽ 2017 December 30 അതായത് മന്ത് എൻഡ് ഡേറ്റ് ഇട്ടിട്ട് ടു ബാലൻസ് ക്യാരിഡ് ഡൗൺ എന്ന് തന്നെ നമുക്ക് എഴുതി കൊടുക്കാം. എഴുതിയിട്ട് ആ എമൗണ്ട് 75,000 തന്നെ എഴുതി രണ്ട് സൈഡിലും ഡബിൾ ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം, ഈ ബാലൻസിന് നമുക്ക് അടുത്ത വർഷം കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അടുത്ത വർഷം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിലോട്ട് അതിനെ കൊണ്ടുവരും. അപ്പോൾ അത് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ അടുത്ത മാസത്തെ ഓപ്പണിംഗ് ഡേറ്റ് ഇട്ടിട്ട് ആ മാസത്തിലെ ഫസ്റ്റ് ഡേറ്റ് ഇട്ടിട്ട് ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ 75,000 ഇത്രയും എഴുതിയിട്ട് വേണം അടുത്ത ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ. അപ്പോൾ ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മളിവിടെ ബാലൻസ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പെൻസ് അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യത്തില്ല, നമ്മൾ ഒരിക്കലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകത്തില്ല, അങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകത്തില്ല. അതായത് ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഇതിനെ പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാലൻസ് എന്ത് ചെയ്യുമെന്ന് പറയാം, നേരിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോകാനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്യാരി ഡൗൺ ബ്രോഡ് ഡൗൺ ചെയ്യത്തില്ല, അത് അതുപോലെ തന്നെ ഇട്ടിരിക്കും. ഏത് സൈഡിലാണോ എമൗണ്ട് അത് അതുപോലെ തന്നെ ഇട്ടിരിക്കും, ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് സെയിൽസ് അക്കൗണ്ടും. ഇത് നമ്മുടെ ഇൻകം അക്കൗണ്ടാണ്. നമുക്ക് നമ്മുടെ മെയിൻ റവന്യൂ ഏൺ ചെയ്യുന്നതാണ് നമ്മുടെ സെയിൽസ്. ഇത് നമ്മുടെ ഇൻകം അക്കൗണ്ട്. അതുകൊണ്ട് ഈ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. എവിടെയാണോ ഏത് സൈഡിലാണോ എമൗണ്ട് അത് അതേ കണക്ക് ഇട്ടിരുന്നാൽ മതി. ഇനി അടുത്ത നമ്മൾ സെയിൽസ് ചെയ്ത നമ്മളെ ഡെറ്ററിൻ്റെ അക്കൗണ്ടാണ് സ്വാതി. സ്വാതി വാങ്ങിച്ച ഗുഡ്സിൻ്റെ എമൗണ്ട് ഈ വർഷം തന്നെ തന്നിട്ടുമുണ്ട് 5,000. അപ്പോൾ അതുകൊണ്ട് ആ അക്കൗണ്ട് എൻ്റെ ഓൾറെഡി രണ്ട് സൈഡ് ഈക്വൽ. അപ്പോൾ ജസ്റ്റ് നമ്മൾ രണ്ട് സൈഡിലും സെയിം എമൗണ്ട് എഴുതി ഡബിൾ ലൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. തരാനുള്ള പൈസ മുഴുവനും തന്നിട്ടുള്ളതുകൊണ്ട്
രണ്ട് സൈഡ് ഈക്വലായി. ഇപ്പം തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിന് ബാലൻസ് ചെയ്തേനെ. തന്നില്ലായിരുന്നെങ്കിൽ ഈ എമൗണ്ട് നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുമായിരുന്നു. ഇവിടെ ബൈ ക്യാഷ് ബൈ ഡിസ്കൗണ്ട് അലൗഡ് ഇല്ലായിരുന്നെങ്കിൽ പൈസ തരാനുള്ളതായിരുന്നു നമ്മളിവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതുമായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും തരാനില്ല, 0 ആണ് തരാനുള്ളത്. അപ്പോൾ ബ്രോഡ് ഡൗൺ ചെയ്യാനും ഒന്നുമില്ല. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഡെറ്റേഴ്സിൻ്റെയൊക്കെ അക്കൗണ്ട് നമ്മൾ ഉറപ്പായിട്ടും ബാലൻസ് ചെയ്യുന്ന അക്കൗണ്ടാണ്. ഓക്കെ, നമ്മളാകെ ബാലൻസ് ചെയ്യാത്ത അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻകം അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ടുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ അസറ്റ് അക്കൗണ്ടും ലയബിലിറ്റി അക്കൗണ്ടുകളും നമ്മൾ ബാലൻസ് ചെയ്യും. ഇവിടെ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ബാലൻസ് ചെയ്യാത്തത്, 0 ആയിപ്പോയോണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫർണിച്ചർ അക്കൗണ്ട്. ഫർണിച്ചർ അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ടാണ്. അസറ്റ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പോൾ ടു ക്യാഷ് 3000 ആ സൈഡിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് സൈഡിലോട്ട് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്തിട്ട് അതിനെ പിന്നെ രണ്ട് സൈഡിലും ആ സെയിം എമൗണ്ട് എഴുതി ഡബിൾ ലൈൻ ചെയ്തിട്ട് പിന്നെ ബ്രോഡ് ഡൗൺ ചെയ്യുക. നെക്സ്റ്റ് മന്തിലോട്ട് ബ്രോഡ് ഡൗൺ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ക്യാരി ഡൗൺ ചെയ്ത് ബ്രോഡ് ഡൗൺ ചെയ്യുന്നത് അസറ്റ് അക്കൗണ്ടുകളും ലയബിലിറ്റി അക്കൗണ്ടുകളും മാത്രമേ ഉള്ളൂ കേട്ടോ. അസറ്റ് അക്കൗണ്ട്, ലയബിലിറ്റി അക്കൗണ്ട്, പിന്നെ ക്യാപിറ്റലും. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇത് മൂന്നുമാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്ന അക്കൗണ്ടുകൾ. വേറെ അക്കൗണ്ടുകളൊന്നും നമ്മളങ്ങനെ ബാലൻസ് ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, കാരണം അതൊന്നും നമ്മൾ ലോങ് ടേം എല്ലാം അങ്ങ് ഡയറക്റ്റ് P&L പോകത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് ക്യാരി ഡൗൺ ചെയ്ത് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത് അസറ്റുകൾ, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇത്രയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു കാറ്റഗറി ശ്രദ്ധിച്ചോളണം. അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മൾ ബാലൻസ് ചെയ്താൽ മതി, അക്കൗണ്ട്സ് ബാലൻസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തത് ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് അക്കൗണ്ടാണ്. അതുകൊണ്ട് അതും നമ്മൾ ടാലി ചെയ്യാനോ ബാലൻസ് ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട. നേരിട്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് പോകുന്ന ഐറ്റമാണ്. ഇപ്പോൾ ടു സ്വാതി അക്കൗണ്ട് 1000, അത് അതുപോലെ തന്നെ കിടന്നോട്ടെ. റെൻ്റ് അക്കൗണ്ട്, അവിടെ നമ്മൾ ബാലൻസിങ് ഇല്ല, കാരണം അത് എക്സ്പെൻസ് അക്കൗണ്ടാണ്, ബാലൻസ് ചെയ്യത്തില്ല. അസറ്റ് അക്കൗണ്ട്, ലയബിലിറ്റി അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് മാത്രമാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് സാലറി അക്കൗണ്ട്. സാലറി അക്കൗണ്ടിൽ ഇപ്പോൾ ടു ക്യാഷ്, അത് നമ്മൾ ബാലൻസ് ചെയ്യില്ല. സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് അക്കൗണ്ടാണ്. സാലറി എക്സ്പെൻസ് അക്കൗണ്ട് ആയതുകൊണ്ടാണ് ബാലൻസ് ചെയ്യാത്തത്. അതുപോലെ റെൻ്റ് എക്സ്പെൻസ് അക്കൗണ്ട് ആയതുകൊണ്ടാണ് ബാലൻസ് ചെയ്യാത്തത്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ആയതുകൊണ്ടാണ് ബാലൻസ് ചെയ്യാത്തത്. നമ്മുടെ എക്സ്പെൻസ് അക്കൗണ്ട്സും ഇൻകം അക്കൗണ്ട്സും ഒരിക്കലും നമ്മൾ ബാലൻസ് ചെയ്യില്ല. അത് നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് അങ്ങ് പോകത്തതേ ഉള്ളൂ. അല്ലെങ്കിൽ സെയിൽസ് ഒക്കെ ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലോട്ട് നേരിട്ട് അങ്ങ് എടുക്കത്തതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് ബാലൻസ് ചെയ്യാത്തത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ മെയിനായിട്ടുള്ളത്. ഇനി വരുന്നത് ഈ ഒരു പ്രോസസ്സിന് ശേഷം വരുന്നത് ട്രയൽ ബാലൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബാലൻസസ് നമ്മൾ എങ്ങനെയാണ് ട്രയൽ ബാലൻസിലേക്ക് എഴുതുന്നതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്.